ഓൾഡ് ലെഫ്റ്റിൻ്റെ അജണ്ടയല്ല ന്യൂ ലെഫ്റ്റിൻ്റെ അജണ്ട. ഓൾഡ് ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തവരല്ല പ്രധാനമായിട്ടും ന്യൂ ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഓൾഡ് ലെഫ്റ്റിൻ്റെ ആ സപ്പോർട്ട് ബേസ് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് ബേസിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ചാലിയാർ നമ്മൾ റയോൺസിനെ ഇൻവൈറ്റ് ചെയ്തത്, ബിർളയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഇൻവൈറ്റ് ചെയ്തത്. നമ്മൾ പ്ലാച്ചിപ്പടയെ ഇൻവൈറ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കൊക്കോളയെ ഇൻവൈറ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആൻറ്റി ക്യാപിറ്റൽ അല്ല ആ അർത്ഥത്തിൽ പലപ്പോഴും. പക്ഷേ അതിൻ്റെ ആ ഓപ്പറേഷണൽ പ്രിമൈസിൽ അത് വേണ്ടത്ര എഫക്റ്റീവായിട്ടല്ല നിന്നത്. വ്യത്യസ്തമായ രീതിയിൽ ഒരുപക്ഷെ ഇതൊക്കെ ഫങ്ഷൻ ചെയ്തിരുന്നെങ്കിൽ നീങ്ങി പോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല അവർ ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വന്ന ക്യാപിറ്റലിനോടും അല്ലെങ്കിൽ ഇവർ ഇൻവൈറ്റ് ചെയ്ത ക്യാപിറ്റലിനോടും നമ്മൾ ശരിക്കുള്ളൊരു സമീപനമല്ല സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നമ്മൾ പറഞ്ഞ് മനസ്സിലാകുന്നത് ഈ അടുത്ത കാലത്തായിട്ട് 10 വർഷമായിട്ട് അത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റായിട്ട് മാറുന്നു. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലേബർ റൈറ്റ്സ് അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു തരം ഹൈബ്രിഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റലിസം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പൊതുവേ ഞാനൊക്കെ പറയുന്നത്. അതായത് ഒരേ സമയത്ത് നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഇൻക്ലൂഡിങ് ദ ലേബർ റൈറ്റ്സ്. അതോടൊപ്പം തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള സംഭവങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സർക്കാരിന് കഴിയുന്നു. അപ്പോൾ ഒരു പുതിയൊരു സിംബയോസിസ്, സ്റ്റേറ്റും മാർക്കറ്റും തമ്മിലുള്ള പുതിയൊരു സിംബയോസിസ്, ഗവൺമെൻറ്റും പ്രൈവറ്റ് ക്യാപിറ്റലും തമ്മിലുള്ള ഒരു പുതിയ സിനർജി, ഇതൊക്കെ സാധ്യമാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാധ്യത എന്ന് തിരിച്ചറിയുന്ന ഒരു ഇടതുപക്ഷം ഉണ്ടാവുന്നു. അതിനെ ഞങ്ങൾ ന്യൂ ലെഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഓൾഡ് ലെഫ്റ്റിൻ്റെ അജണ്ടയല്ല ന്യൂ ലെഫ്റ്റിൻ്റെ അജണ്ട. ഓൾഡ് ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തവരല്ല പ്രധാനമായിട്ടും ന്യൂ ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഓൾഡ് ലെഫ്റ്റിൻ്റെ ആ സപ്പോർട്ട് ബേസ് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് ബേസിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഐഡിയോളജിയെ കൃത്യമായിട്ടും ഒരു മെറ്റീരിയൽ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.